വളച്ചൊടിക്കപ്പെട്ട ഇന്ത്യൻ ചരിത്രം പഠിക്കേണ്ടി വന്ന നമ്മുടെ ഒരു അന്വേഷണത്തോരെ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും, കണ്ടെത്താൻ. ഒരുപാട് മാനവിക വിരുദ്ധമായ ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും ആധുനിക മനുഷ്യൻ ആർജിച്ച മാനവിക ബോധത്തെ അവരുടെ ഇരവാദത്തിന് ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ നിർമ്മിതികളെ നിഷ്കരുണം തള്ളിക്കളയണം എന്നത് മനുഷ്യത്വ ബോധമാണ്. ജനാധിപത്യ ബോധമുള്ള ആധുനിക പൗരൻ ചെയ്യണം. ഏതൊരു വസ്തുതയെ കാണുമ്പോഴും അതിലെ മനുഷ്യത്വം നമ്മൾ കാണണം. നമ്മൾ അടിസ്ഥാന പ്രശ്നം എന്താണ്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് കാണണം. എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് സദ്ദാം ഹുസൈന് മയ്യത്ത് നമസ്കാരം നടത്തിയത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് തീവ്രവാദികളെ രക്ഷപ്പെടുത്തിയത് കൊണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പാട്ടുപാടി നടന്നതുകൊണ്ടോ യാസർ അറഫാത്തിനെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒരുപോലെ ആദരിച്ചത് കൊണ്ടോ ഒന്നും ഈ രാജ്യം മതേതരം ആകാൻ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് രാജ്യം മനസ്സിലാക്കില്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തിനറിയാം. ഇനി വരും തലമുറയെങ്കിലും കൃത്യമായി മനസ്സിലാക്കും. യാസർ അറഫാത്തിനെ പലസ്തീന്റെ വിമോചകൻ എന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതേതരന്മാരെന്നറിയപ്പെടുന്ന ഈ രാജ്യവിരുദ്ധർ ഘോഷിക്കുമ്പോൾ ഭീകര പ്രസ്ഥാനം എന്ന ആക്ഷേപം എങ്ങും കേൾപ്പിച്ചിട്ടില്ലാത്ത ലെനിനിസവും മാർക്സിസവും മാത്രം മുന്നിൽ പിടിച്ചു നിന്ന PLOയെ കുറിച്ച് നമ്മൾ അറിയണം. ഒടുവിൽ PLO എന്ന സംഘടന മനസ്സിലാക്കുന്നു, ഹമാസിനെ പോലെ, ഐസിസിനെ പോലെ, ലഷ്കർ ഇ തയ്ബയെ പോലെ, അൽ ഖ്വയ്ദയെ പോലെ ഭീകരരാകാതെ ഏറ്റവും ക്രൂരമായ രൂപത്തിലുള്ള ക്രൂരതകൾ ചെയ്ത്, ലൈംഗിക വൈകൃതങ്ങൾ ചെയ്ത് സ്ത്രീകളോടും കുട്ടികളോടും നമ്മുടെ കഴിവ് തെളിയിക്കാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് PLOയെ ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഹമാസിനെ പോലെയുള്ള ആളുകളാണ്. 1967 ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നാസറിന്റെ ഈജിപ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ജോർദാൻ, ഇവര് രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിനെ അങ്ങ് ഷേവ് ചെയ്യാൻ ചെന്നു. ഇസ്രായേലെ ചൂണ്ടുവിരലിൽ നിർത്തിയവരെ അവർക്കെതിരെ തിരിഞ്ഞ സകലമാന തലകളും കൊയ്തൊടുക്കി. ഒടുവിൽ നാസർ ആയുധം വെച്ച് കീഴടങ്ങി. ജോർദാന്റെ കയ്യിലിരുന്ന വെസ്റ്റ് ബാങ്ക് കൂടെ ഇസ്രായേലിന്റെ കയ്യിലാകുന്നു. ചിലര് പറയില്ല, പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം ഒരു ജന്മം, എന്നെ പറ്റിച്ചോളൂ എന്നും പറഞ്ഞ് തവള ചെന്ന് മസിൽ പിടിച്ചു നിൽക്കും പാണ്ടിലോറിയുടെ മുമ്പില്, അതുപോലെ അങ്ങോട്ട് കേറി ചെന്ന് കൊടുത്തതാ. ഒടുവില് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രായേലിന് സ്വന്തമായി. അവരെ എതിർത്തിരുന്ന തലകളെയൊക്കെ കൊയ്തൊടുക്കി അടുക്കി വെച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഹിസ്ബുള്ളയാണെങ്കിലും, ഇനിയും ഇറാൻ, മറ്റവനങ്ങ് പോയല്ലോ ഇബ്രാഹിം റൈസി, പോട്ടെ, മറ്റവനുണ്ട് ഇപ്പോഴും, മറ്റവനോടെ ഉണ്ട്, എന്താണ് ഇപ്പോഴത്തെ ഇറാൻകാരനുണ്ടല്ലോ, അയാളുണ്ട് അവിടെ. അപ്പൊ അയാള് ഒരു കൊമേനി സർക്കാർ സ്വേച്ഛാധിപതിയാണ്. അയാൾ പിടിക്കുന്നിടം അയാൾക്ക് ജയിക്കണം. അവന് എർദോഗാൻ ലോക തീവ്രവാദത്തിന്റെ ഹബ്ബായി, നേതാവായി വാഴാൻ വേണ്ടി ആഗ്രഹിച്ചവൻ. ഇവന്മാരെല്ലാവരും ഇനി ഇവര് യമനികള് വന്നോ, ഹൂതികള് വന്നോ, ഇനിയും സിറിയയിൽ നിന്ന് ഐസിസ്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ് എനിക്ക് നല്ലത് കേട്ടോ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അല്ലാതെ അയ്യോ എല്ലാവരും കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കാൻ നെതന്യാഹു പോയിട്ടില്ല. എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇസ്രായേലിലെ ഇത്ര പേരെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കാണിച്ച്, വീഡിയോ കാണിച്ചിട്ട് അവരുടെ ദയനീയ ചിത്രങ്ങൾ കൊത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അവർ ആത്മാഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് അവരിൽപ്പെട്ട ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ ഇവരാൽ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ പോലും ആ വീഡിയോ ഇസ്രായേലിൽ പ്രദർശിപ്പിക്കില്ല. കാരണം അങ്ങനെ കാണാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്നും വിഭിന്നമാണ് പലസ്തീന്റെ കാര്യം. കാരണം പലസ്തീൻ പെയിന്റ് അടിച്ചിട്ടാണെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിലും ഡോളിനെ കുട്ടിയുടെ രൂപത്തിലാക്കിയിട്ടാണെങ്കിലും ഇവർ കരയും. കാരണം അറബ് രാജ്യങ്ങളിൽ നിന്നും തെണ്ടണം, അറബ് രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഭിക്ഷ വാങ്ങി വേണം ഇവർക്ക് ജീവിക്കാൻ. ഇസ്രായേലിയർക്ക് സ്വന്തം ചിറകിലാണ് വിശ്വാസം. ഇരിക്കുന്ന കൊമ്പുണങ്ങിയാലും അവർക്കത് പ്രശ്നമല്ല. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് കിട്ടില്ല, ജോർദാന്റെ കയ്യിലിരിക്കുമായിരുന്നു. പക്ഷേ ലക്ഷ്യം ഇവർക്ക് സമാധാനമല്ലല്ലോ. അങ്ങനെ യാസർ അറഫാത്തും PLOയും കൂടി വെസ്റ്റ് ബാങ്കിൽ നിന്ന് ജോർദാനിലേക്ക് മാറുന്നു. വീണ്ടും
പലസ്തീനികളുടെ സമാധാനമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോ പലസ്തീനികളുടെ ഗാസയാണെങ്കിലും യൂനിസ് ഖാൻ ആണെങ്കിലും ഇവരുടെ ഒക്കെ സമാധാനം സുരക്ഷ ഏറ്റെടുക്കേണ്ടത് ആരാ? ഹമാസ് ആണ്. അവർ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു. ചിലപ്പോൾ ഖജനാവ് കാലിയായിരിക്കും, പണം വേണ്ടി വരും, കുറച്ച് ആളുകളെ കൊല്ലേണ്ടി വരും. സ്വന്തം ജനതയെ പോലും കൊന്നിട്ടത് ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഇവര്. എന്നിട്ട് അവര് മര്യാദയ്ക്ക് ഇരുന്നില്ല, അവിടെ ഇരുന്നിട്ട് ഇസ്രായേലിനെ വീണ്ടും ചൊറിയുന്നു. ഇസ്രായേല് വലിയ രൂപത്തിൽ ഒരു തിരിച്ചടി ഇത്തവണ ജോർദാനും PLOയും കൂടി ചേർന്ന് ഇസ്രായേലിനെ നേരിട്ടു. ഇസ്രായേലിന് കുറച്ച് നഷ്ടമുണ്ടായി എന്നുള്ളത് ശരിയാ. പക്ഷേ PLOയ്ക്ക് കൂടുതൽ ഉള്ളിലേക്ക് ജോർദാൻ ജനവാസ മേഖലയിലേക്ക് കയറി. അവിടെ ഇരുന്ന് PLO നടത്തുന്ന ഗോറില്ല അക്രമങ്ങൾക്ക് തിരിച്ചടി വരുന്ന സമയത്ത് ഞങ്ങൾക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ജോർദാൻ നിവാസികളും PLOയും തമ്മിലായി അടുത്ത യുദ്ധം. ബൈജുന് മനസ്സിലാക്കുന്നുണ്ടോ? കേൾക്കുന്നവർക്ക് ഏത് രൂപത്തിൽ മനസ്സിലാകുന്നത് എനിക്കറിയില്ല. അതായത് ഇപ്പോ ജോർദാനും PLOയും ഒരുമിച്ച് നിന്നിട്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത്. ഈ ഇസ്രായേല് തിരിച്ചടിക്കുന്ന സമയത്ത് PLOയും ജോർദാനും തമ്മിലായി അടുത്ത പ്രശ്നം. ഇപ്പോ സൗദി അറേബ്യക്ക് ഹമാസിനെ ഇല്ലാതാക്കിയേ തീരും. എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഖത്തറും UAEയും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാ? അവരുടെ സമാധാനമാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ ഹമാസിനെ വളരാൻ അനുവദിക്കരുത് എന്നത് അവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം, എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഒന്ന് അവരെ നശിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് കരുതിയിരിക്കുന്ന രാജ്യങ്ങളാണ് അവര്. പക്ഷേ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഈ മതബോധം. കാരണം ഞമ്മന്റെ ആളുകളാണല്ലോ. അതുകൊണ്ട് ഇസ്രായേല് തിരിച്ചടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ സന്തോഷിക്കുവാൻ, ഇവന്മാർ ഈ ലോകത്തൊന്നും ഇല്ലാതായി കിട്ടട്ടെ എന്നുള്ളതാണ്. യമനും സൗദിയും തമ്മിൽ മുമ്പേ ഉണ്ട് ഈ യുദ്ധം. എന്നിട്ട് ഇസ്രായേലിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് PLOയും ജോർദാനും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഒരു തിരിച്ചടി, രണ്ടും തകർന്ന് തരിപ്പണമായി. ജോർദാനില് സ്വന്തമായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നു PLO, ടാക്സ് പിരിവ്. ജോർദാൻ രാജാവ് ഹുസൈൻ സമാധാനപരമായി ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നു. കാരണം കിട്ടിയ അടി കുറച്ച് രൂക്ഷമായി പോയി. ഇനി ആയുധവും വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട, ഇസ്രായേലിനോട് വെല്ലുവിളിച്ചിട്ടൊന്നും പോകണ്ട, യുദ്ധമൊന്നും പ്രഖ്യാപിക്കണ്ട. വിപ്ലവം തലയ്ക്ക് പിടിച്ച് PLO എന്ന് പറയുന്ന തീവ്രവാദികൾ സിവിൽ വാർ നടത്തി ഹുസൈനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. കാരണം എന്താ? ആയുധം എടുക്കണ്ടെന്ന് ഹുസൈൻ പറഞ്ഞുപോയി. സമാധാനപരമായി ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, സംസാരിച്ച് പരിഹരിക്കാം, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഈ ഹുസൈൻ പറഞ്ഞതിന്റെ പേരില് സമാധാന ജീവിതമാണ് ഇവർക്ക് ലക്ഷ്യമെങ്കില് ജോർദാനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്തേണ്ട കാര്യമുണ്ടോ? ഇവർക്ക് ഒരു കാലത്തും സമാധാനമായിരുന്നില്ല ലക്ഷ്യം. ഇനിയും അറേബ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ സമാധാന പ്രിയനായിരുന്നു. എന്ത് സമാധാനമാണ് പ്രവാചകൻ മക്കയിലും മദീനയിലും സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ എല്ലാം ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പറമ്പിലെ കന്നുകാലി, എന്റെ വീട്ടിലെ കന്നുകാലി അപ്പുറത്തെ വീട്ടിന്റെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം. അങ്ങനെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവരോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനും അപരന്റെ തല കൊയ്യാനും ആണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഹുസൈനോട്, ഇസ്രായേലിനോട് ആയുധമെടുത്ത് തന്നെ മതി യുദ്ധം എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പിന്നീട് ലോകം മുഴുവനും ഹുസൈനും ജോർദാനും ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തുമെന്ന് വിധിയെഴുതി. ഹുസൈനെതിരെ ഒരുപാട് വധശ്രമങ്ങൾ നടന്നു. ഹുസൈൻ അതിനെയൊക്കെ അതിജീവിച്ചു. പിന്നീട് സിറിയയും PLOയുടെ കൂടെ ചേർന്ന് ഇവരങ്ങനെ. ഇപ്പോ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ? ആരും വരില്ല. ഒരു മുസ്ലിമും വേറൊരു മതസ്ഥനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചോ? ഈ മുസ്ലിമിന്റെ കൂടെ ഒരുപാട് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. എക്സാമ്പിള്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റിലാകട്ടെ, ഇവന്റെ മതം നോക്കി ഇവരോടൊപ്പം ആളുകൾ കൂടി ചേർന്നത് കാണാം. അതുപോലെ സിറിയ ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് PLOയുടെ കൂടെ ചേർന്നത്. പക്ഷേ ആ ആഭ്യന്തര യുദ്ധത്തിൽ ജോർദാനാണ് ജയിച്ചത്. അങ്ങനെ അറഫാത്തിനെയും കൂട്ടരെയും ഒക്കെ ഇറക്കി വിട്ടു. ബ്ലാക്ക് സെപ്റ്റംബർ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അടിച്ചു നോക്കിയാൽ എന്താണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇവരുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ മണ്ണില്. റഷ്യ ഉക്രൈൻ യുദ്ധം വന്നു, നമ്മൾ കണ്ടു. ഒരു ഉക്രൈൻ പട്ടാളക്കാരൻ പോലും റഷ്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല. അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല. കുട്ടികളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തു കൊന്നിട്ടില്ല. പച്ചയ്ക്ക് കത്തി വെച്ചിട്ട് മുറിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും. പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടില്ല. പാൽമണം മാറാത്ത പൊടി പൈതലുകളെ തട്ടിക്കൊണ്ടുപോയി വിലപേശിയിട്ടില്ല.
വൃദ്ധരായ ആളുകളെ ബന്ധികളാക്കി തുരങ്കത്തിൽ വെച്ച് അധോലോകത്ത് ഒളിപ്പിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ വെള്ളം കൊടുക്കാതെ കൊല്ലുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തി ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത, ഇപ്പോഴും ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അഭയാർത്ഥികളാക്കിയ രക്തരക്ഷസായ വ്ളാഡിമിർ പുടിന് നിറയെ ആരാധകരുള്ള നാടാണ് ഈ കേരളം. ഈ കേരളത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. എപ്പോഴും വേട്ടക്കാർക്ക് വീരപരിവേഷം നൽകുക, ഉക്രൈൻ ജനതയെ കൊന്നൊടുക്കുന്ന പുടിനെ വാഴ്ത്തുന്നതില് നമ്മുടെ ഇടതനും വലതനും മുസ്ലിം സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടാണ്. അതിൽ നിന്ന് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ശശി തരൂര് ചിലപ്പോൾ വ്യത്യസ്തനായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂര് പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്. അതേപോലെ തന്നെ സുരേഷ് ഗോപിയും പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400-ൽ പരം സാധാരണ മനുഷ്യരെ അതിനിന്ദ്യമായ നികൃഷ്ടമായ ഭീകരപ്പെടുത്തുന്ന രൂപത്തിൽ കൊലപ്പെടുത്തി. ആ സംഗീത പരിപാടി ആസ്വദിച്ചു എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. വളഞ്ഞിട്ട് ഗുരുതരമായി വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു, അടിച്ചു കൊന്നു. കൂട്ടത്തിലെ ഒരു കൊലയാളി കൊല ചെയ്തതിൽ ഭയങ്കര സന്തുഷ്ടനായി പിതാവിന് വാട്സപ്പ് കോൾ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഡാഡ്, എന്റെ കൈകളും ശരീരവും നിറയെ ജൂതനാറികളുടെ രക്തമാണ് ഡാഡ്. ഈ കൈകൾ കൊണ്ട് കുറേയേറെ കാഫിറുകളെ ഞാൻ തട്ടി. ജൂതപ്പട്ടികളെ കൊലപ്പെടുത്തിയ വിവരം ചൂടോടെ ഡാഡിയെ അറിയിക്കാനാണ് ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഡാഡിയുടെ ഉറക്കം കളഞ്ഞ് വിളിച്ചുണർത്തുന്നത്. ഇവരിലാണോ മനുഷ്യത്വമുള്ളത്? ഇവരിൽ എവിടെയാണ് മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നത്? മതം മാത്രമാണ് ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണം മതം മാത്രമാണ്. അപ്പ തിരിച്ചു പറയാണ്, ഓ സന്തോഷമായി മോനെ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു. നിന്റെ ധീര പ്രവൃത്തികൾ അള്ളാഹു നോട്ട് ചെയ്തിട്ടുണ്ട്, അവൻ നിന്നെ അനുഗ്രഹിക്കും. ഈ അള്ളാഹുവിനെ കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പേ വലിച്ചെറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും സന്തുഷ്ടമായ ഒരു നിമിഷം. കാരണം മനുഷ്യൻ പരസ്പരം രക്തം ചിന്തുമ്പോൾ, സ്ത്രീകളും കുട്ടികളും ജീവനു വേണ്ടി വിലപിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, ജീവനു വേണ്ടി ഇവരിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നു. മരണം മുമ്പിൽ കണ്ട ഭീതികരമായ സാഹചര്യത്തെ കണ്ട് മലക്കുകളാൽ താങ്ങിയിരുത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് ഈ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനെ കാരുണ്യവാൻ എന്ന് വിളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. എന്നിട്ട് ഉച്ചവെളുപ്പാങ്കാലത്ത് സ്വന്തം വീടിനുള്ളില് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയിരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നിർദ്ദയം കൊലപ്പെടുത്തിയതിന് മോനെ അഭിനന്ദിച്ച ആ നെറികെട്ട മതഭ്രാന്തനായ ആ പിതാവിന്റെ മതവൈകല്യമുണ്ടല്ലോ, മനോവൈകൃതമുണ്ടല്ലോ, അതേറ്റുപിടിച്ച വലിയ ഒരു വിഭാഗം കേരള ഹമാസാണ് ഇന്നത്തെ പുരോഗമന മലയാളികൾ അല്ലെ. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് അൽ-ഖ്വയ്ദ ഭീകരൻ വിമാനമിടിച്ചു കയറ്റിയ രംഗം കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ച് ബലേഭേഷെന്ന് കൈയടിച്ച ഈ കൂട്ടർ ബിൻ ലാദൻ ചത്തുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് കുറേയേറെ വിലാപ കാവ്യങ്ങൾ ഇവരാരെ കാണിക്കാണ്? ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു കൊടും ഭീകരൻ ഇവിടുത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ മീറ്റിംഗില് ഓൺലൈനിൽ ലൈവായി പ്രസംഗം നടത്തുന്നു. ജൂതരെ മൊത്തത്തിൽ തന്നെ തീർത്തു കളയണമെന്ന് ഗീർവാണമിളക്കുന്നു. ആ നരാധമൻ കാണികളിൽ ആവേശ തിരമാലകളാണ് തീർത്തത്. അയാളെ നമുക്ക് ഖാലിദ് മിഷേൽ എന്ന് വിളിക്കാം. ഈ വിർച്വൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെ നമുക്ക് മലബാർ എന്ന് വിളിക്കാം, മലപ്പുറം എന്ന് വിളിക്കാം. ഇത് നടക്കുന്ന സംസ്ഥാനത്തെ നമുക്ക് കേരളം എന്ന് വിളിക്കാം. ആ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് പിണറായി വിജയൻ എന്ന് വിളിക്കാം. ആലോചിക്കണം. ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഒരു സംഘം പാകിസ്ഥാനി പട്ടാളക്കാർ ജമ്മുവിലേക്ക് നുഴഞ്ഞു കയറി വന്ന 1000-ൽ പരം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയാൽ ഇന്നത്തെ നരേന്ദ്രമോദി ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ നരേന്ദ്രമോദി 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ നെഹ്റു ആണെങ്കിലോ രാജീവ് ഗാന്ധി ആണെങ്കിലോ അങ്ങനെ ചിന്തിച്ചേക്കാം. ഗാന്ധിസം പിന്തുടരുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവർക്കൊന്ന് പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കലി അടങ്ങിയെങ്കിൽ നിങ്ങൾ അങ്ങ് നിന്നു കൊടുക്കുക എന്ന് പറഞ്ഞേക്കാം. കാരണം ഗാന്ധിസമാണ്
ശീതസമരത്തിന്റെ ആളുകളാണ്. പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇന്നത്തെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്ന സ്പോട്ടിൽ തന്നെ പട്ടാളക്കാർക്ക് അനുമതി നൽകും. ഇന്ത്യ പാകിസ്ഥാനെ നേരം വെളുക്കുന്നതിനു മുമ്പ് ഈ കൊന്ന ഇന്ത്യൻ പട്ടാളക്കാരെക്കാൾ, ഈ കൊല്ലപ്പെട്ട പട്ടാളക്കാരെക്കാൾ 10 ഇരട്ടി ആളുകൾ പാകിസ്ഥാനിൽ മരിച്ചു വീഴും, ഒരു സംശയവുമില്ല. കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഈ ഭാരതം സമാധാനമാണെങ്കിൽ അങ്ങേയറ്റം സമാധാനം, അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ അങ്ങനെ തന്നെ ഷഠനോട് ഷാഠ്യം തന്നെ പറ്റുള്ളൂ. ഇസ്രായേലും ഇത് തന്നെയേ ചെയ്തിട്ടുള്ളൂ. വലിയ ലോക സമാധാനമൊക്കെ പറയുന്ന ഏത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായാലും ശരി, പുട്ടിൻ കയറി അടിക്കുമോ എന്ന് പേടിച്ച് ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഓടിച്ചെന്ന് നാറ്റോയിൽ അംഗത്വം എടുത്ത് നമ്മൾ കണ്ടില്ലേ? ഗാസയിലെ ഭരണകൂടമാണ് ഹമാസ്. അവരാണ് ആ ജനതയെ സംരക്ഷിക്കേണ്ടത്. അവരുടെ സൈനികരാണ് ഇസ്രായേലിൽ കയറി സാധാരണക്കാരായ ആളുകളെ കൂട്ടക്കൊല നടത്തിയത്. ആ കൊലയാളികൾക്ക് പൂച്ചെണ്ടും ലഡ്ഡുവും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ, ഈ ലാദനിസ്റ്റുകൾ, സദ്ദാം ഹുസൈനിസ്റ്റുകൾ, ഇവരൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. പറയാനുള്ളത് ഏത് തന്തയാണെങ്കിലും ശരി, തന്തയില്ലാഴുകയാണ് കാണിക്കുന്നതെങ്കിൽ മുഖത്ത് നോക്കി പറയും, അപ്പൊ അത് ശരിയല്ല കേട്ടോ, അപ്പൊ അതില് ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ചിലപ്പോൾ അപ്പൊ അടിക്കുമായിരിക്കും. പറയാനുള്ളത് ഏത് തന്തയുടെ മുഖത്ത് നോക്കി പറയും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, ഇരവാദം ഉന്നയിച്ചു വന്ന് കരയാൻ പറ്റില്ല, മറ്റു രാജ്യങ്ങളോട് അഭിപ്രായം ചോദിച്ച് കാത്തിരിക്കാൻ പറ്റില്ല. ഒന്ന് കൂടി ആലോചിച്ച് ക്ഷമിച്ചവർ എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന സാഹചര്യങ്ങളൊന്ന് പഠിക്കാൻ ഒന്നും പറ്റില്ല. അയാൾ എന്താ ചെയ്തത്? ഇസ്രായേലിനെ സുരക്ഷിതമാക്കാൻ, ഇസ്രായേലിലെ ഒരു പട്ടാളക്കാരന്റെ ജീവനാണ് ഹമാസ് തീവ്രവാദികൾ എടുത്തിട്ടുണ്ടെങ്കിൽ 9,000 ജീവൻ എടുക്കാനുള്ള സൈനിക ബലവും ആയുധ ബലവും സാമ്പത്തികവും അതുപോലെ യുദ്ധതന്ത്രവുമുള്ള ഇസ്രായേലിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ എന്ന്, ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ മക്കളുണ്ടല്ലോ, അറിയണം, ഹമാസിനെ ഓരോ ധീര യോദ്ധാക്കളുടെയും വീട്ടിൽ കയറി അവനെയൊക്കെ വെടിവെച്ചു കൊന്ന പാരമ്പര്യമാണ് ഇസ്രായേലിനുള്ളത്. ജൂതനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്ന ആളുകൾക്ക് സ്വർഗമാണെങ്കിൽ അവിടെ 5 സ്റ്റാർ ഫെസിലിറ്റീസും 72 മാദക റാണികളെയുമാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് തുർക്കിയിലേക്കും ഇറാനിലേക്കും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത്? എന്തിനാണ് ടണലുകളിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നത്? അങ്ങ് തല നീട്ടി കൊടുത്താൽ പോരെ, ഇസ്രായേൽ കൊന്നുകഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വർഗം കിട്ടത്തില്ലേ? നിന്നെ പോലെയുള്ള കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ തന്നെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് 40,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടാലും ശരി 200 ബന്ധികളെ വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു ഖത്തറിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഹമാസിന്റെ സുൽത്താനായ ഇസ്മായിൽ ഹനിയ പറയുന്നത്. ആലോചിക്കണം, 40,000 ഞങ്ങളുടെ സൈനികരെ നിങ്ങൾ കൊന്നോ, 200 ബന്ധികളെ വിട്ടുതരില്ല. ഇസ്രായേൽ നേരെ വിപരീതമാണ്. ഞങ്ങളുടെ സൈനികരിൽപ്പെട്ട ഒരു സൈനികൻ പലസ്തീനിന്റെ ജയിലിലുണ്ടോ, വിട്, നിങ്ങളുടെ 10,000 ആളുകളെ ഞങ്ങൾ വിട്ടുതരാം. കാരണം ഇസ്രായേലിനു വേണ്ടി ജീവൻ പണയം വെച്ച് പൊരുതാൻ ഉറച്ചിരിക്കുന്ന ആ ഒരു ആർമിക്കാരനുണ്ടല്ലോ ഇസ്രായേലിന്, 20,000 പലസ്തീനികൾക്ക് തുല്യമാണ് ആ ഒരു പട്ടാളക്കാരൻ. കാരണം ശ്രദ്ധിക്കില്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചോരയാണ് തന്റെ സിരകളിലൂടെ ഓടുന്നത് എന്ന് മനസ്സിലാക്കി ആ ഇസ്രായേലിനു വേണ്ടി അവസാന ശ്വാസം വരെയും കയ്യിൽ കിട്ടുന്നത് കല്ലും കവണയുമാണെങ്കിൽ അതെടുത്തിട്ടാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി അവര് പൊരുതും. ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നിങ്ങൾ കൊല്ലപ്പെട്ടത്തുള്ളെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആരോടും അങ്ങോട്ട് കയറി വലിയ വരില്ല, ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടത്തുമില്ല. ചില്ലറ റോക്കറ്റ് വിക്ഷേപണമൊന്നും അല്ലല്ലോ കാണിച്ചത്. ടെല്ലവീവിലേക്ക് എന്തായിരുന്നു ചെയ്തത്? കേരള ഫാൻസിന് ഇതുപോലെ ഒരു കോൾമയർ കൊള്ളിച്ച ഒരു സംഭവം വേറെയില്ല. ഹമാസ് ഒക്ടോബർ 7-ാം തീയതി കൂട്ടക്കൊലയിലൂടെ പലസ്തീൻ ജനതയെ ഒറ്റിക്കൊടുത്തത് കേട്ടില്ലേ? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒക്ടോബർ 7-ാം തീയതി കേരള ഘടകം ഭയങ്കര ഉൾപ്പുളകിതരായിരുന്നു. കാരണം അത്രയും ജൂതന്മാരെ കൊന്നല്ലോ. ആ ഒക്ടോബർ 7 മുതൽ ഒക്ടോബറായി, നവംബറായി, ഡിസംബറായി, ജനുവരിയായി, ഫെബ്രുവരിയായി, മാർച്ചായി, ഏപ്രിലായി, മെയ്യായി, ജൂണായി, ഇതുവരെ പിന്നീട് അവർക്ക് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇതാണ് ജൂതന്റെ പക. ഇതാണ് ജൂതനൊന്ന് തിരിഞ്ഞു നിന്നാൽ
പിന്നീട് നിങ്ങൾക്ക് ഓടുകയല്ലാതെ മാർഗമില്ല. കാരണം അവരോട് എതിരിടാൻ പറ്റില്ല. ഒറ്റ ദിവസത്തെ ഏതാനും നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി അവരാ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് പോലും ജൂതന്റെ പകയടങ്ങുന്നില്ല. അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞതെന്താ? പിന്നീട് എപ്പോഴെങ്കിലും ഹമാസ് ഘടകത്തിന് സന്തോഷിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, നെഞ്ചിലിടിച്ച് നിലവിളിയാ. കാരണം ഞങ്ങൾ ഇതാ കുട്ടികളെ ആക്രമിക്കുന്നു, സ്ത്രീകളെ ആക്രമിക്കുന്നു. ഇതൊക്കെ കൊടുത്തു വാങ്ങിച്ചതാണ്.